ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എൽ ഡി സിയുടെ മുൻകാല ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൽ ഡി സി ഇനിയും ആവർത്തിച്ച് ചോദിക്കാൻ സാധ്യതയുള്ള എൽ ഡി സിയുടെ മുൻകാല ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ഈ വീഡിയോ കണ്ടിട്ട് ഉപകാരപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക. ഒന്നാമത്തെ ചോദ്യം, ഒരു കുളത്തിന്റെ അടിത്തട്ടിൽ നിന്നും ഉയർന്നു വരുന്ന വാതക കുമിളയുടെ വലിപ്പം ക്രമേണ കൂടി വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം ഏതാണ്? ബോയിൽ നിയമമാണ്. ഒരു കുളത്തിന്റെ അടിത്തട്ടിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു വാതക കുമിളയുടെ വലിപ്പം ക്രമേണ കൂടി വരുന്നതിന് കാരണമായ വാതക നിയമമാണ് ഏതാണ്? ബോയിൽ നിയമം. ബോയിൽ നിയമം. ആകാശത്തിന്റെ നീല നിറത്തിനു കാരണമായ പ്രകാശ പ്രതിഭാസം ഏത്? ആകാശത്തിന്റെ നീല നിറത്തിനു കാരണമായ പ്രകാശ പ്രതിഭാസമാണ് വിസരണം. ആകാശത്തിന്റെ നീല നിറത്തിനു കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? വിസരണം. ഒരു ആറ്റത്തിന്റെ എൻ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? ഒരു ആറ്റത്തിന്റെ എൻ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണമാണ് 32. വ്യാവസായികമായി അമോണിയ നിർമ്മിക്കുന്ന രീതിക്ക് പറയുന്ന പേര്? വ്യാവസായികമായി അമോണിയ നിർമ്മിക്കുന്ന രീതിക്ക് പറയുന്ന പേരാണ് ഹേബർ പ്രക്രിയ. ഹേബർ പ്രക്രിയ. വ്യാവസായികമായി അമോണിയ നിർമ്മിക്കുന്ന രീതിക്ക് പറയുന്ന പേരാണ് ഹേബർ പ്രക്രിയ. അപ്പോൾ വ്യാവസായികമായി അമോണിയ നിർമ്മിക്കുന്ന രീതി ഏതാണ്? ഹേബർ പ്രക്രിയ. മനുഷ്യന്റെ അക്ഷാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ ആകെ എണ്ണം എത്ര എണ്ണാണ്? 80 അസ്ഥികളാണ്. മനുഷ്യന്റെ അക്ഷാസ്ഥികൂടത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 80 അസ്ഥികളാണ്. 80 അസ്ഥികളാണ് മനുഷ്യന്റെ അക്ഷാസ്ഥികൂടത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം. വനങ്ങൾ ഇല്ലാത്ത കേരളത്തിലെ ജില്ല ഏതാണ്? വനങ്ങളില്ലാത്ത കേരളത്തിലെ ജില്ല ഏതാണ്? ആലപ്പുഴ ജില്ലയാണ്. വനങ്ങളില്ലാത്ത കേരളത്തിലെ ജില്ലയാണ് ആലപ്പുഴ. കേരളത്തിൽ നെല്ലു ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിൽ നെല്ലു ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പട്ടാമ്പിയിലാണ്. നെല്ല് ഗവേഷണ കേന്ദ്രം പട്ടാമ്പിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഗോയിറ്റർ എന്ന രോഗം ഏത് ഗ്രന്ഥിയെയാണ് ബാധിക്കുന്നത്? ഗോയിറ്റർ എന്ന രോഗം തൈറോയിഡ് ഗ്രന്ഥിയെ ബാധിക്കുന്ന രോഗമാണ്. ഗോയിറ്റർ എന്ന രോഗം തൈറോയിഡ് ഗ്രന്ഥിയെ ബാധിക്കുന്ന രോഗമാണ്. കേരള ഗവൺമെന്റ് മാരക രോഗങ്ങളുടെ ചികിത്സക്കായി നടപ്പാക്കി വരുന്ന പദ്ധതിയുടെ പേരെന്ത്? കേരള ഗവൺമെന്റ് മാരക രോഗങ്ങളുടെ ചികിത്സക്കായി നടപ്പാക്കി വരുന്ന പദ്ധതിയാണ് കാരുണ്യ. എന്താണ്? കാരുണ്യ. വനനശീകരണം, വ്യാവസായവൽക്കരണം എന്നിവ മൂലം കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുന്നത് മൂലം ഉണ്ടാകുന്ന പരിസ്ഥിതി പ്രശ്നം ഏത്? എന്താണ്? ആഗോള താപനമാണ്. എന്താണ്? ആഗോള താപനം. ഓങ്കോളജി ഏത് രോഗവുമായി ബന്ധപ്പെട്ട ചികിത്സയാണ്? ഓങ്കോളജി ക്യാൻസറുമായി ബന്ധപ്പെട്ട ചികിത്സയാണ് ഓങ്കോളജി. ക്യാൻസറുമായി ബന്ധപ്പെട്ട ചികിത്സയാണ് ഓങ്കോളജി. മലമ്പനിക്ക് കാരണമായ രോഗകാരി ഏത്? പ്ലാസ്മോഡിയം ആണ്. ഏതാണ്? പ്ലാസ്മോഡിയം. മലമ്പനിക്ക് കാരണമായ രോഗകാരിയാണ് പ്ലാസ്മോഡിയം. കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി ഏതാണ്? നെയ്യാറാണ്. കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന നദിയാണ് നെയ്യാർ. നെയ്യാർ. ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിര ഏതാണ്? ഹിമാദ്രി. ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കുന്നത് ഹിമാദ്രിയാണ്. ഹിമാദ്രിയാണ്. വിജയനഗര രാജാവായിരുന്ന കൃഷ്ണദേവരായർ ഏത് രാജവംശത്തിൽ ഉൾപ്പെടുന്നു? ഏത് രാജവംശമാണ്? തുളുവ രാജവംശത്തിലാണ് വിജയനഗര രാജാവായിരുന്ന കൃഷ്ണദേവരായർ ഉൾപ്പെടുന്നത്. തുളുവ രാജവംശം. കബനി ഏത് നദിയുടെ പോഷക നദിയാണ്? കബനി ഏത് നദിയുടെ പോഷക നദിയാണ്? കാവേരി നദിയുടെ പോഷക നദിയാണ് കബനി. കാവേരിയുടെ പോഷക നദിയാണ് കബനി. കേരളത്തിലെ നിത്യഹരിത വനങ്ങളായ സൈലന്റ് വാലി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ്? പാലക്കാടാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. പാലക്കാടാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. പഴശ്ശിരാജയുടെ ഐതിഹാസിക പോരാട്ടത്തെ കേന്ദ്രമാക്കി കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചത് ആരാണ്? സർദാർ KM പണിക്കരാണ്. സർദാർ KM പണിക്കർ. പഴശ്ശിരാജയുടെ ഐതിഹാസിക പോരാട്ടത്തെ കേന്ദ്രമാക്കി കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചത് സർദാർ KM പണിക്കരാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണമില്ലുകളുള്ള സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണമില്ലുകളുള്ള സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാളാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണമില്ലുകൾ ഉള്ളത് പശ്ചിമ ബംഗാളിലാണ്. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ചൈനീസ് പ്രധാനമന്ത്രി? പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ചൈനീസ് പ്രധാനമന്ത്രി ആരാണ്? ചൗ എൻ ലായ്. ആരാണ്? ഷൗ അല്ല, ചൗ എൻ ലായ്. ചൗ എൻ ലായ് ആണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ചൈനീസ് പ്രധാനമന്ത്രി.
ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാ? പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാന്നാ ചോദിക്കണമെങ്കിൽ ജവഹർലാൽ നെഹ്റു ആണ്. ആരാണ്? ജവഹർലാൽ നെഹ്റു. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോ കണ്ടിട്ട് ഉപകാരപ്പെട്ട ഒരു കാര്യം ചെയ്യാൻ മറക്കരുത്. എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്